ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആമസോൺ നേരിട്ട് തരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷർ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ്ഡ് ആയാലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ആമസോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാലറി പാക്കേജ് നോക്കി കഴിഞ്ഞാൽ അറൌണ്ട് 18,000 പ്ലസ് തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ആ ജോബിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ തരാം. പിന്നെ ഒരു കാര്യം, ഈ ജോബിനെ പറ്റിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് വാക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. ജോബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഓഡിയോ ഫയൽസ് അല്ലെങ്കിൽ വീഡിയോ ഫയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതൊന്ന് ഓഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവർ ചോദിക്കുന്ന ഫീഡ്ബാക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് വീഡിയോ ഫയൽസ് ഓഡിയോ ഫയൽസ് നമ്മൾ കണ്ടിട്ട് അതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ജോബിനെ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. സംഭവം എന്താ വെച്ചാൽ, നമുക്ക് വെയർ ഹൗസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം സാധനങ്ങൾ, അതായത് ആമസോണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഈ വെയർ ഹൗസ്. അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്യുന്നതും പിന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. നമ്മൾ അത് നോക്കിയിട്ട് വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ, സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർഡർലി അറേഞ്ച്ഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. എന്തെങ്കിലും ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ വിഷ്വലി നമ്മൾ എന്ത് ചെയ്യുക, നോക്കി കണ്ടാൽ മാത്രം മതി. നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് കംഫർട്ട് ആയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ജോബ്, കാര്യം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെയായിരിക്കും നമ്മളെ കീ റെസ്പോൺസിബിലിറ്റി, എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് നമ്മളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വീഡിയോ ത്രൂ ഔട്ട് കണ്ടിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, കാരണം ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സ്, വർക്ക് ഫ്രം ഹോം ജോബൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അസോസിയേറ്റ് ML ഡാറ്റ ഓപ്പറേഷൻ ആൻഡ് ഗോ AI ഓപ്പറേഷൻ ആണ് നമ്മൾ ജോബ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ജോബിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തരാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലേസസിൽ അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കൊൽക്കത്ത, പിന്നെ ഹൈദരാബാദ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇത് വർക്ക് ഫ്രം ഹോം ജോബ് ആയതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ചെന്നൈയിൽ അവൈലബിൾ ആണ്. അപ്പൊ തമിഴ്നാടാണ് ആയിരിക്കും നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അപ്പൊ അത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജോബിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടീമിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ അസോസിയേറ്റ് ഹാസ് ടു വാച്ച് സെവറൽ 100 വീഡിയോസ് ഇൻ എ ഷിഫ്റ്റ് ആൻഡ് പ്രൊവൈഡ് റെസ്പോൺസ് ബൈ ഫോളോയിങ് ഗോൾസ് ഓൺ ആക്യുറസി, സ്പീഡ് ആൻഡ് റൈറ്റ് ആക്സെപ്റ്റബിൾ പ്രാക്ടീസസ്. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരും. ആ വീഡിയോസ് നമ്മൾ വിലയിരുത്തിയിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അസോസിയേറ്റ്സ് ആർ റിക്വയർഡ് ടു ടേക്ക് ബ്രേക്സ് അറ്റ് പ്രീ ഡിഫൈൻഡ് സ്ലോട്ട്സ് ടു എൻഷുർ 6.8 to 7 hours ടൈം പെർ ഡേ. അതായത് നമ്മളൊരു 7 hours, ആവറേജ് 7 hours ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ എടുക്കാനും ഒക്കെ പറ്റും. ഓക്കെ, നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വർക്ക് സ്പേസ് വേണം, വീട്ടിലൊരു വർക്ക് സ്പേസ് വേണം, ടേബിൾ, ചെയർ ആൻഡ് സഫിഷ്യന്റ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ വേണം. അത് നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ അത് വിലയിരുത്തി ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഡെമോൺസ്ട്രേറ്റ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ വില്ലിംഗ്നെസ് ടു വർക്ക് ഇൻ നോൺ ടെക് റോൾ ഫോർ കോൺട്രാക്ട് ഡ്യൂറേഷൻ ഓഫ് 6 months, 6 months ഒരു കോൺട്രാക്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബിലിറ്റി ടു ഓഡിറ്റ് ഇമേജ്, വീഡിയോ, ടെക്സ്റ്റ് ബേസ്ഡ് ജോബ്സ്. ഓക്കെ, ഇമേജസും വീഡിയോസും ടെക്സ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എബിലിറ്റി ടു ഐഡന്റിഫൈ ഡീറ്റെയിൽസ് ഫ്രം ബ്ലറി, ലെസ് ഷാർപ്പ് വീഡിയോ ആൻഡ് പ്രൊവൈഡ് കറക്റ്റ് റെസ്പോൺസ്, റിക്വയർ ഹൈ ലെവൽ ഓഫ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഓൺ സ്ക്രീൻ. മനസ്സിലായോ? ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറച്ച് ബ്ലർ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതൊന്ന് വിലയിരുത്താനുള്ള ഒരു കോമൺ സെൻസ് വേണം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ വിലയിരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് കൊടുക്കണം. പിന്നെ വില്ലിംഗ്നെസ് ടു വർക്ക് ഓൺ ഇൻക്രിമെന്റൽ ടാർഗറ്റ് ഗോൾസ് ഓൺ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. പിന്നെ ഫാസ്റ്റ് പേസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺസിസ്റ്റന്റ് പെർഫോമൻസ്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കൺസിസ്റ്റൻസി, പിന്നെ നമുക്കൊരു വർക്ക് എത്തിക്സ് വേണമല്ലോ, അതിനെ പറ്റിയിട്ട് അവർ പറയുന്നത്. പിന്നെ എബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളിവിടെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞാൽ ആഴ്ചയിൽ 5 days നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. 2 days നമുക്ക് ഓഫ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ വില്ലിംഗ്നെസ് ടു സ്വിച്ച് ഓൺ ലാപ്ടോപ്പ് ക്യാമറ വൈൽ ഓൺ വർക്കിംഗ് വിർച്വൽ മീറ്റിംഗ്സ്. ഓക്കെ,
അതായത് ചില സമയത്ത് നമുക്ക് മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അവർ വെക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്യാമറ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മളെ കാണിച്ചിട്ടായിരിക്കണം മീറ്റിംഗ്സിലൊക്കെ എന്ത് ചെയ്യേണ്ടത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ ഡേ ഇൻ ദ ലൈഫ് നോക്കി കഴിഞ്ഞാൽ 24/7. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ആഴ്ചയിലോ നമ്മൾ എന്ത് ചെയ്യണം, 5 days വർക്ക് ചെയ്യണം. 2 days നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി എങ്കിലും വേണം. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, അത് പ്രിഫർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, വർക്ക് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ള ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷർ ആയിരിക്കാൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസിനോ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവർ പറയുന്നില്ല, കാരണം ജോബ് എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷനോ നോക്കി നോക്കാം. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ പോർട്ടലിൽ എത്തും. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അത് കൊടുത്ത് നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. അപ്പൊ ഗൈസ്, നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എല്ലാ ജോബിനും ചെയ്യുന്ന മാതിരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ മതി. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഫോൺ നമ്പർ, പിന്നെ അതിന്റെ അഡ്രസ് ലൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ സിറ്റി, നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തതിൽ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക, അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അവരെ നമ്മളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും, റിലേറ്റ് ചെയ്തിട്ട് ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ആമസോൺ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ ജോബ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു അസസ്മെന്റ് ടെസ്റ്റ് പാസ് ആവുന്നതാണ്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോബ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ബാക്കി ഡീറ്റെയിൽസ് അവർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക, കാരണം ഒരുപാട് വേക്കൻസീസ് ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജോബിലേക്ക് സെക്യൂർ ചെയ്യാൻ നോക്കുക. ഓക്കെ, മെനി ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇത് അവൈലബിൾ ആണ്. കാരണം ഈ ഒരു ഡ്യൂറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ്, ടോപ്പ് കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടിയാണ് കിട്ടാൻ പോകുന്നത്. നല്ല രീതിക്കുള്ള സാലറി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് പോസ്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.